ഹലോ ഗൈസ്, ട്രോണുകളുടെ രാജാവ് ആർട്ടിക്കയുടെ ഒരു മുതല്, അതായത് സിനിമകള് അതേപോലെ വലിയ വലിയ ഫൈറ്റ് രംഗങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന ഒരു ട്രോണാണ്. ഓക്കെ, ഡി ജെയുടെ ആർട്ടിക്ക എന്ന് പറയും. ഏകദേശം 10 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, ഇതിന് ജസ്റ്റ് ഞാൻ നിങ്ങൾ ക്യാമറയുടെ മുന്നിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കംപ്ലീറ്റ് വലിയ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. ക്യാമറ ഇതിന്റെ സെൻസറും കാര്യങ്ങളും ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഇതിന്റെ സാധാരണ വീഡിയോയിൽ കാണുന്ന പോലെ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡലാണിത്. ഓക്കെ, ഇതിന്റെ റിമോട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. റിമോട്ടിന് നോക്കും, വലിയ റിമോട്ടാണ് ഇത്. രണ്ടും കൂട്ടിയിട്ട് നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. ഏകദേശം 3 മണിക്കൂറോളാണ് ഫ്ലൈയിങ് ടൈം വരുന്നത്. 3 മണിക്കൂറോളം നമുക്ക് സിനിമകളിലും ഒക്കെ ഷൂട്ട് ചെയ്യണ സാധനമാണ് സംഭവം. ഓക്കെ, നിങ്ങൾ ബാറ്ററി ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ ഡി ജെയുടെ ബാറ്ററി സെറ്റപ്പ് അല്ല, ഒരു പുറത്തുനിന്ന് നമ്മൾ ബാറ്ററി സെറ്റപ്പ് ചെയ്തിട്ട് ഹവർ കൂട്ടാന്നാണ് ഇവിടെ കമ്പനി പറയണത്. ഓക്കെ, ഇതിന്റെ മെഗാ പിക്സലും ഇതൊക്കെ ഫുള്ള് 10K ഒക്കെ. പിന്നെ എക്സ്പെഷ്യലി ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത് കുറെ ഉണ്ട്. എളുപ്പമല്ല, വലിയ ട്രോണാണ്. ഇങ്ങനൊരു സെറ്റാണ്, കംപ്ലീറ്റ് സെറ്റാണ്. പ്ലീസ് ഇതിന്റെ ബാറ്ററി നോക്കിയേ. ഇതിൽ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നാം, പക്ഷെ നമ്മൾ ഈ ഓട്ടോറിക്ഷകളിലൊക്കെ വെക്കണ വലിയ ബാറ്ററി ഇല്ലേ, അത്ര വെയിറ്റും സംഭവമുള്ള വലിയൊരു ബാറ്ററിയാണ്. ഓക്കെ, 3 ഹവർ ഇവർ പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു 2 ഹവറോളം നമുക്കിത് ഫ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് കംപ്ലീറ്റ് ഒരു തലങ്ങളിലല്ല ക്യാമറ വരുന്നത്. 1 2 3 4 4 5 6 7 8 9 10 11 14 16 16 22 ക്യാമറ ഇതിൽ വരുന്നത്. ഈ സൈഡ് ഒരു സൈഡ് ബാക്ക് സൈഡ് ഫ്രണ്ടില് 20 ക്യാമറകളാണ് ഇതിൽ വരുന്നത്. ചെറിയ സംഭവം എന്നല്ല, വലിയൊരു സംഭവം തന്നെയാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നത് ചെറിയൊരു സെറ്റപ്പാണ്. നമ്മൾ ശരി തമിഴ് സിനിമയിലൊക്കെ അവരുടെ ഓരോ ഷൂട്ടിൽ ഒക്കെ വരില്ലേ, ഇപ്പൊ ഇവര് പറയുന്നത് തമിഴ് സിനിമയിൽ ഷൂട്ട് ചെയ്യാന്ന് അവിടുന്ന് കൊടുന്നാണെന്നാണ് ഇവർ പറയണത്. വലിയൊരു ക്യാമറയാണ്. ഞാൻ അതിന്റെ ഒരു ബാഗ് കാണിച്ചു തരാം, അപ്പൊ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതിന്റെ ബാഗ് നോക്കിയൊക്കെ ശരിക്കും പറയുകയെങ്കിൽ നമ്മള് വലിയൊരു ബാഗായിട്ട് നമ്മൾ കാണുമ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇത് ചെറുതാവും. ഇതിനുള്ളിൽ സെറ്റപ്പ് വലിയ സെറ്റപ്പാണ്. വലിയൊരു ട്രോണ് സംവിധാനങ്ങളൊക്കെ വെക്കാനുള്ള ഇത് തന്നെ ഉണ്ടാവും. ഒരു 4 കിലോ ഏകദേശം ഈ ഒരു ബാഗിന്റെ സെറ്റപ്പ് ഉണ്ടാവും. ഏകദേശം 4 കിലോ ട്രോണ്. അതിന്റെ ബാറ്ററി സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ട്രോണ്. പിന്നെ ഇതിനൊരു ഇൻവെർട്ടർ സെറ്റപ്പ് കൂടി ഉണ്ട്. അതായത് പെട്ടെന്ന് ചാർജ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാറ്ററി തന്നെ ഇൻവെർട്ടറിൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം കൂടി കമ്പനി ഇതിൽ വരുന്നുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയാണ് പറയണത്. അതൊന്നും വരില്ല, നമ്മൾ നെഗോഷ്യബിൾ റേറ്റ് ഒന്നുമല്ല. നിങ്ങൾ അന്ന് സംസാരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ റേറ്റ് ഒന്നും കൂടിയും കുറയും. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ട്രോണുകളുടെ രാജാവ് തന്നെയാണ് ഇതിന് പറയുന്നത്. ഇത് ഒന്നല്ല, ഇവിടെ 2-3 സെറ്റുകൾ വേറെ എക്സ്പെഷ്യലി ഇവർ പറയുന്നുണ്ട്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ മടക്കിയിട്ട് ഇങ്ങനെ ഏകദേശം ഇതുണ്ടോ. ഇപ്പൊ ഇതിൽ കാണുമ്പോ ഒരു ചെറിയ ഇതിലെ കാണുള്ളൂ. ബട്ട് നമുക്ക് ഇങ്ങനെ ഇത് ട്രോണും കൂടി നിങ്ങളെ വെയിറ്റ് ഹെവി വെയിറ്റ് ആവും. അത് നമുക്ക് വീഡിയോയിലൂടെ പറഞ്ഞാൽ മനസ്സിലായി. പക്ഷെ ഇപ്പൊ ട്രോൺ ഇല്ലാണ്ടാണ് ഇങ്ങനെ. അപ്പൊ ട്രോണും കൂടി വെച്ചുള്ള വെയിറ്റ് എന്താവും. അപ്പൊ ഇത് വലിയൊരു സംഭവമാണ്. സിനിമ സംവിധാനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്, ഫൈറ്റ് രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇവർക്ക് ഇതേപോലത്തെ 4-5 ട്രോണുകൾ ഓൾറെഡി വിറ്റിട്ടുണ്ട്. ഏത് ഈ ഒരു ഡി ജെയുടെ ആർട്ടിക്ക എന്റർപ്രൈസ് മെട്രിക്സ് സീരീസ് അതിന്റെ സംഭവം കാണിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഈ ട്രോൺ കണ്ടപ്പോൾ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ഞാൻ ഒരുപാട് ട്രോണുകൾ യൂസ് ചെയ്തിട്ട് ഫ്ലൈ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ഈ ട്രോണ് ശരിക്കും നമ്മളെ ഞെട്ടിക്കും, അത്രക്കുണ്ട്. അപ്പോൾ ട്രോണിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഇതിലുണ്ട്. നിങ്ങൾക്ക് എക്സ്പെഷ്യലി താല്പര്യമാവണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ ഡയറക്റ്റ് പോയിട്ട് ഇവരുടെ ഓഫീസിൽ പോയിട്ട് എടുക്കാം. നമ്മളവിടുന്ന് ഏകദേശം ഒരു 10 മണിക്കൂറോളം റണ്ണിങ് ഉള്ള ട്രെയിനിൽ ഡയറക്റ്റ്ലി പോയി നിങ്ങൾക്ക് ട്രോൺ എടുക്കാം. ബുക്ക് ചെയ്താൽ 24 മണിക്കൂറിൽ വീട്ടിൽ വരും. പക്ഷെ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ റിസ്കിൽ ബുക്ക് ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ആ റിസ്ക് ആയിട്ട് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വില കുറവുള്ള ഒരു സംവിധാനം പറഞ്ഞു എന്നുള്ളതാണ്. അത് ബുക്ക് ചെയ്തിട്ട് അത് തിരിച്ച് വീട്ടിലെത്തണ വരെയുള്ള റിസ്ക് നിങ്ങളുടെയാണ്. അതിന് നല്ലത് ഡയറക്റ്റ്ലി ബാംഗ്ലൂർ വരിക. നമ്മളവിടുന്ന് ഷൊർണൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറുക, നേരെ ബാംഗ്ലൂർ ഇറങ്ങുക. അവരുടെ അഡ്രസ്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, അവിടെ പോയി എടുക്കുക. ഒരു റിസ്കും ഇല്ല. നേരിട്ട് ഫ്ലൈ ചെയ്യണത്
കംപ്ലൈന്റുകളൊക്കെ മനസ്സിലാക്കി, കംപ്ലൈൻസ് ഒന്നും ഇല്ല, ഇവർ പ്ലേ ചെയ്ത് കാണിക്കും. അപ്പൊ കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.